നോമ്പ് കാലഘട്ടം മൗനമായിരുന്ന് വിശ്വാസത്തിൽ ബലപ്പെടേണ്ടുന്ന കാലഘട്ടമാണ്. മൗനമായിരുന്ന് വിശ്വാസത്തിൽ ബലപ്പെടേണ്ടുന്ന കാലഘട്ടം. പലപ്പോഴും മറ്റുള്ളവരിലേക്ക് വിശ്വാസം പകർന്നു നൽകുന്നവരാണ് നാം. നമ്മുടെ വചനത്തിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ നാം ആഴമേറിയ വിശ്വാസത്തിന്റെ ഉടമകളാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നവരാണ് നാം. എന്നാൽ ഈ നോമ്പിന്റെ നാളുകളിൽ മൗനമായിരുന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. മറ്റുള്ളവരിലേക്ക് വലിയ വിശ്വാസത്തിന്റെ ആഴമേറിയ മർമ്മങ്ങൾ വ്യാഖ്യാനിച്ചു നൽകുന്ന നാം നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ അനുഗ്രഹിക്കുമെന്ന് നാം പറയുന്ന ഈ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നവനാണ് എന്നും, എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ ഈ കർത്താവ് കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സഖര്യാവ് എന്ന പുരോഹിതൻ ദേവാലയത്തിൽ ധൂപം കാട്ടിക്കൊണ്ട് മറ്റുള്ളവരുടെ മധ്യേ വിശ്വാസത്തിന്റെ പ്രതിപുരുഷനായി നിന്നവനാണ്. പക്ഷെ തന്റെ വാർദ്ധക്യത്തിൽ തനിക്ക് ദൈവം ഒരു മകനെ നൽകുവാൻ പോകുന്നുവെന്ന ദൈവീക ആലോചന ലഭിക്കുമ്പോൾ അത് വിശ്വസിപ്പാൻ സഖര്യാവിന് കഴിയാതെ പോകുന്നുണ്ട്. ദൈവദൂതൻ പറയുകയാണ്, ഈ അനുഗ്രഹം പ്രാപിക്കുന്നവരെ നീ ഒന്ന് മൗനമായിരിക്കുക. തനിക്കൊരു മകൻ ജനിക്കുന്നത് വരെ സഖര്യാവ് ഊമനായി പോയി. ഏകദേശം 5-6 മാസത്തോളം തന്റെ സമൂഹത്തിൽ നിന്ന് മകന്ന് മരുഭൂമിയിൽ തന്റെ ഭാര്യയുമായിട്ട് ഈ മനുഷ്യൻ പാർക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് പരസ്പരവും ഒരു സംഭാഷണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഭാര്യ ഭർത്താക്കന്മാർ മൗനത്തിനിടയിൽ ഒരു വലിയ ആഴമേറിയ ദൈവീക വിശ്വാസത്തിലേക്ക് വളരുകയായിരുന്നു. ദൈവവിശ്വാസത്തിൽ ബലപ്പെടുകയായിരുന്നു. തങ്ങളുടെ ദൈവം ആരാണ് എന്നും അവൻ എത്രത്തോളം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എന്നും ആഴമായി വിശ്വസിപ്പാൻ ഈ കാലഘട്ടങ്ങളിൽ അവർക്ക് കഴിയുന്നുണ്ട്. നോമ്പ് കാലഘട്ടം വേറിട്ടിരുന്ന് മൗനമായിരുന്ന് ദൈവീക വിശ്വാസത്തിൽ ആഴപ്പെടേണ്ടുന്ന നാളുകളാണ്. നാം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ വചനങ്ങൾ, വിശ്വാസത്തിന്റെ ഉറപ്പുകൾ നമ്മുടെ വിശ്വാസത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ആഴപ്പെടുത്തേണ്ടുന്ന നാളുകൾ. ദൈവത്തിലേക്ക് ചേർന്നിരിപ്പാൻ, ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ, വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാൻ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.